എല്ലാവർക്കും നമസ്കാരം. ദിവ്യൻ ഹിൽ മലയാളം ധാരാട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ ജൂലൈ മന്ത് റീഡിംഗ് ആണ്. ജൂലൈ മന്ത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും, എന്തൊക്കെ ചേഞ്ച് ആയിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണമെന്നില്ല. റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. കളക്റ്റീവാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നോക്കാം ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ഈ മാസത്തിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നോക്കാം. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ്. 7 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. പേജ് ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് സോഴ്സ്, 4 ഓഫ് wands, 2 swords, Queen of wands, cup, wands, two of cups. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഒരു 8 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. നമുക്ക് പറയാമത് കുറച്ച് നിങ്ങൾ ഇമോഷൻസ് ഒക്കെ മാറ്റി വെച്ച് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഈ മാസത്തിൽ. ചിലപ്പോൾ നിങ്ങളതൊരു ഗോള് പോലെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ പാസ്റ്റിൽ ആ ഒരു ഇമോഷൻസ് ഒന്നും ക്യാരി ചെയ്തുകൊണ്ട് പോകണ്ട. പുതിയ മാസത്തിൽ ഇന്ന് മുതലെങ്കിലും നിങ്ങൾക്കൊരു വളരെ വലിയ ചേഞ്ച് ഉണ്ടാക്കണം, നിങ്ങൾക്ക് സെൽഫായിട്ടത് ഉണ്ടാക്കണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇമോഷൻസ് ഒന്നുമില്ല. ഇതിൽ ഒരു ക്യൂൻ ഓഫ് കപ്സിൻ്റെ കാർഡ് മാത്രമാണ് ഒരു ഇമോഷനെ ബേസ് ചെയ്ത് വന്നത്. ബാക്കിയെല്ലാം ആക്ഷനാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചേഞ്ച് ആകാൻ തീരുമാനിച്ചു. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാകും. നിങ്ങൾ നോക്കട്ടെ, ബാക്കി കൂടെ നോക്കിയിട്ട് പറയാം. ക്ലാരിറ്റി എടുക്കട്ടെ. 9 ഓഫ് കപ്സ്, 2 of swords, 8 of wands, 8 of swords, temperance, Knight of wands, page of swords, 6 of cups, 10 of swords. എൻഡിങ് ആണ്. സ്റ്റാറാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മാസം നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ ഉണ്ടാകുന്നൊരു മാസമാണ്. കാരണം അത് നിങ്ങളുടെ എഫേർട്ടിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്കത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഇതിലാകെ ഇമോഷൻസ് ഇതായിട്ട് വന്നിട്ടുള്ളത് ഒരു 6 ഓഫ് കപ്പും വന്ന് 2 ഓഫ് കപ്സും വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആ 3 ഇമോഷനും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഇമോഷനാണ് നിങ്ങൾ ഈ ജൂലൈയിൽ നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് നഷ്ടബോധത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് വരുന്നില്ല. നിങ്ങൾക്ക് വിഷമമൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു ശരിക്കും നെഗറ്റീവായിട്ടുള്ളൊരു ഇമോഷൻസിൽ ഇരിക്കാനും നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് എനിക്കിതിന്ന് കാണാൻ പറ്റണത്. ഇങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഈ റീഡിങ്ങിൽ വന്നത് അങ്ങനെയാണ്. ആക്ഷൻ എടുക്കുന്നു,
നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടേക്ക് പോകാൻ എന്ത് ചെയ്യണം എന്ന് വ്യക്തമായ പ്ലാനിങ് ഉണ്ട്. ആ പ്ലാനിങ്ങിനനുസരിച്ച് തന്നെ നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. ആദ്യം തന്നെ ഒരു നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് വന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടായിരിക്കും. ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളൊരു മനസ്സുണ്ടാക്കി എടുക്കുന്നുണ്ടായിരിക്കും. പ്ലാനിങ് ചെയ്യുന്നുണ്ട് എങ്ങനെ പോകണം. അപ്പോൾ കൃത്യമായ പ്ലാനിങ് ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ഒരു 7 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളിൽ നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം നിൽക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. ചിലപ്പോൾ ഓഫീസിലായിരിക്കും അത്, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചില കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ എന്ത് കണ്ടാലും പ്രതികരിക്കുന്ന ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ അത് ഒരു തെറ്റ് കണ്ടാൽ പ്രതികരിക്കുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമായിരിക്കും. പക്ഷേ നിങ്ങൾ ഇപ്പം വിചാരിക്കുന്നുണ്ട് ഒന്നിനും പ്രതികരിക്കേണ്ട ഒരാവശ്യമില്ല. പ്രതികരിച്ചു എന്ന് വിചാരിച്ചിട്ട് ആരും നന്നാവാൻ പോണില്ല. അപ്പോൾ ഒരു പ്രതികരണവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. പിന്നെ ഇതിലൊരു സോഴ്സിൻ്റെ എനർജി എനിക്ക് തോന്നുന്നത്, നിങ്ങൾ കുറച്ച് ബുദ്ധിപൂർവമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ പ്ലാനിങ് എന്ന് നിങ്ങൾ മറ്റൊരാളോടും പറയേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ ഏറ്റവും അടുത്തതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവരും വിശ്വസിക്കുന്ന ആൾക്കാരോട് പോലും നിങ്ങളുടെ പ്ലാനിങ്സ് ഒന്നും പറയണ്ട എന്നൊരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് തോന്നണം. അങ്ങനെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അങ്ങനെ എനിക്കിതൊന്ന് കിട്ടിയതാണ്. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾക്കറിയാം എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം, എന്തൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ശരിക്കും. പിന്നെ ഒരു ക്യൂൻ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. പേജ് ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാം ഒന്ന് പെട്ടെന്ന് എടുത്തു ചാടുന്ന ഒരു സ്വഭാവത്തിന് പകരം എല്ലാം നിങ്ങൾ അന്ന് അനലൈസ് ചെയ്തിട്ട് മാത്രമേ എന്ത് കാര്യത്തിനും ഒരു തീരുമാനം എടുക്കുകയുള്ളൂ. അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് ഇപ്പോൾ നിങ്ങൾക്ക്. പെട്ടെന്ന് ഒരു കാര്യം ഇപ്പോൾ മറ്റുള്ളവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും നോക്കാം എന്ന് പറയും. നേരത്തെ നിങ്ങൾ അയ്യോ ഇല്ല ഞാനുണ്ട് എന്ന് പറയുന്നതിന് പകരം ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് നോക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ക്യൂൻ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. ശരിക്കും നിങ്ങൾക്ക് ആ ഡയറക്ഷൻ എങ്ങോട്ട് പോകണം എന്നുള്ള ഡയറക്ഷൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. വേറെ ആരോടും നിങ്ങൾ നേരത്തെ ചിലപ്പോൾ പലരോടും ഡിസ്കസ് ചെയ്യുമായിരിക്കും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം. അഡ്വൈസ് നിങ്ങൾ എടുത്തിരുന്ന ആൾക്കാരാണെന്ന് കാണുന്നുണ്ട് പലരോടും. അപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുന്നതെന്ന് പറയുന്ന ആൾക്കാരോട് നിങ്ങൾ പല അഡ്വൈസും നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് പാസ്റ്റിൽ ആ കിട്ടിയ അഡ്വൈസൊക്കെ ചിലപ്പോൾ നിങ്ങളെ കുഴിച്ചടിക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്വൈസ് ആയിരുന്നിരിക്കാം. നിങ്ങൾക്ക് അറിയില്ല മറ്റുള്ളവരെങ്ങനെയാണെന്ന്. അപ്പോൾ നിങ്ങളുടെ ആ പാസ്റ്റിലെ എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇനി ഒരാളിൻ്റെ അഡ്വൈസ് എനിക്ക് ആവശ്യമില്ല, ഞാൻ തന്നെ മതി, എനിക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ ശരിക്കും ഒരു മാപ്പ് വരച്ച് വെച്ചതുപോലെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത്രയും ക്ലിയർ ആണ് നിങ്ങളുടെ വിഷൻ എന്നുള്ളതാണ്. പിന്നെ ഒരു ഫോർ ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. നിങ്ങളൊരു കൂടിച്ചേരൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു. ഇതിൽ റിലേഷൻഷിപ്പിൽ പറയുന്നുണ്ടെങ്കിൽ ശരിക്കും അതിലൊരു യൂണിയനാണ്. റിലേഷൻഷിപ്പിൽ യൂണിയൻ ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട്. വളരെ ഹാർമണി ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നതാണത്. അത് നിങ്ങളിലേക്ക് ആ ഒരു സന്തോഷത്തിൽ തന്നെ വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. പിന്നെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. ഡിസിഷൻ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങൾ ഈ ജൂലൈയിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ടൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു ഒരു പുതിയ വിഷൻ ഉണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ ഇരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പെട്ടെന്ന് തീരുമാനം എടുക്കാതെ അത് നിങ്ങളൊരു വെയിറ്റിംഗ് ആക്കി വെച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ വെക്കും എന്ന് കാണുന്നുണ്ട്. പിന്നെ ഒരു 4 ഓഫ് പെന്റക്കിളിൻ്റെ എനർജിയാണ്. നിങ്ങളൊന്ന് ഒരു സേവിങ് ആയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. ചിലപ്പോൾ നേരത്തെ നിങ്ങൾ കിട്ടുന്നതൊക്കെയും നിങ്ങൾ ചിലവിട്ടിരുന്ന ആൾക്കാരായിരിക്കും. അത് ചിലവ് കൂടുതലായിരുന്നിരിക്കാം. ചിലപ്പോൾ എന്ത് കിട്ടിയാലും നാളെയും അടുത്ത മാസം അല്ലെങ്കിൽ നിങ്ങൾക്ക്
സാലറി കിട്ടുമ്പോൾ അപ്പോൾ തീർക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അടുത്ത മാസം അത് കിട്ടുമല്ലോ എന്ന് ചിന്തിക്കും. പക്ഷേ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നമുക്കിതൊന്നും സ്ഥിരമല്ല, അടുത്ത മാസം കിട്ടിയില്ലെങ്കിലോ, അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇതിൻ്റെ ഒരു ഭാഗം എത്ര ബുദ്ധിമുട്ടി നിങ്ങൾ ആ ഒരു ഭാഗം കൃത്യമായിട്ടുള്ളൊരു ഭാഗം എനിക്കും എല്ലാ മാസവും നിങ്ങൾ സേവ് ചെയ്യണം എന്ന് വിചാരിച്ച് നിങ്ങൾ ആ ഒരു സേവിങ് തുടങ്ങുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും പറയണം കേട്ടോ, ഒന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെ നിങ്ങളൊരു സേവിങ് തുടങ്ങി എന്ന് കാണുന്നുണ്ട്. പിന്നെ അടുത്ത ഒരു ക്യൂർ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ശരിക്കും ഭയങ്കര നിശ്ചയദാർഢ്യം ഉണ്ട് എന്നുള്ളതാണ്. ലൈഫിൽ പുതിയ പ്രതീക്ഷകൾ, പുതിയ തീരുമാനങ്ങൾ, അതും ശരിക്കും ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നു. ആ തീരുമാനം നടപ്പിലാക്കാനും നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. പിന്നെ ഒരു സിക്സ് ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ അതൊക്കെ നിങ്ങൾ വിട്ടുകളഞ്ഞ് നിങ്ങൾ മുന്നോട്ടേക്ക് വളരെ കോൺഫിഡൻസോടുകൂടി പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിൽ ഇമോഷൻസിൻ്റെ കാർഡൊന്നും അധികം വന്നിട്ടില്ല, കപ്പ് എനർജി ഒന്നും അധികം വന്നിട്ടില്ല. ഇത്രയും കാർഡ്സ് എടുത്തിട്ടും ആകെ 3 കാർഡ് മാത്രമാണ് കപ്പ് എനർജി വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഇമോഷൻസ് ഒന്നും നിങ്ങൾ ആ ഒരു ഇമോഷൻസിൻ്റെ ആ ബാഗേജ് ഒന്നും നിങ്ങൾ ചുമക്കാൻ നിങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കാര്യവും ഇല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്തിനാണ് ഞാനിത് ചുമന്നുകൊണ്ട് നടക്കണത്, അതുകൊണ്ട് എനിക്കും ഒരു ഗുണവും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് വളരെ ശരിക്കും ഒരു നിങ്ങൾക്ക് ഒരു വ്യക്തമായ തീരുമാനമെടുത്ത് നിങ്ങൾ മുന്നിലേക്ക് പോയി എന്നുള്ളതാണ്. ശരിക്കും ഒരു ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നു, ആ ചേഞ്ചിലേക്ക് നിങ്ങൾ പോയി. ചില ആൾക്കാർ ഒരു സ്ഥലം മാറ്റം, ചിലപ്പോൾ ജോലിയിലേക്ക് ജോലി വേറൊരിടത്തേക്ക് മാറിയിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് വേറെ വീട് മാറിപ്പോയിട്ടുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ 4 ഓഫ് സോർഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. ഒരു നിങ്ങൾക്കൊരു എനർജി വേണം, ഈ നഷ്ടപ്പെട്ടു പോയ എനർജിയൊക്കെ തിരിച്ചു പിടിക്കണമെന്ന് വിചാരിച്ച് നന്നായിട്ട് പ്രാർത്ഥന, മെഡിറ്റേഷൻ, നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നുണ്ട്. ചിലപ്പം ചിലർ ഈ കുറച്ച് വണ്ണമൊക്കെ വെച്ച ആൾക്കാരാണെങ്കിൽ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഡയറ്റോ അല്ലെങ്കിൽ ശരിക്കും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ്, അതൊക്കെ നിങ്ങൾ തുടങ്ങും. ഈ മാസം തുടങ്ങാമെന്ന് വിചാരിച്ച് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അത് പല പ്രാവശ്യം നിങ്ങൾ തുടങ്ങിയിട്ട് പകുതിയിൽ നിർത്തിയെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇനി ഇത് നിർത്തണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഉള്ള തീരുമാനമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ശരിക്കും ഒരു ഹീലിംഗ് ആയി എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ കടന്നുപോയ പെയിൻഫുൾ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ നിങ്ങൾ ഹീൽ ചെയ്തു എന്ന് കാണുന്നുണ്ട്. ഹീലിംഗ് ആയി എന്നാണ് ആ ഒരു ക്യൂൻ ഓഫ് കപ്സ് പറയുന്നത്. ശരിക്കും ഇൻഡ്യൂഷനൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങളെ തന്നെ കെയറിങ് ചെയ്തു എന്നുള്ളത്. നിങ്ങൾ മറ്റുള്ളവരെ ഇത്രയും കാലം നിങ്ങൾ മറ്റുള്ളവർക്ക് കെയറിങ് ചെയ്തുവെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളെ കെയർ ചെയ്യാനുള്ള ഒരു സമയമാണ്. അത് തുടങ്ങിക്കഴിഞ്ഞു എന്ന് കാണുന്നുണ്ട്. പിന്നെ ഒരു 10 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. കുറേയധികം ഈ മാസം നിങ്ങൾക്ക് മറ്റ് കുറച്ച് റെസ്പോൺസിബിലിറ്റിയും കൂടെ നിങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സമയമായിരിക്കും. ഓഫീസിലാണെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും മനുഷ്യർ ലീവ് ആണെങ്കിൽ, കൊളീഗ്സ് ആരെങ്കിലും ലീവ് ആണെങ്കിൽ അവരുടെ ഒരു ചാർജും കൂടെ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമായിരിക്കും. അവരുടെ ജോലിയും കൂടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് കാണുന്നുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യും, പക്ഷേ ആ ഹാർഡ് വർക്ക് ചെയ്താലും നിങ്ങൾക്കൊരു സന്തോഷം തോന്നും. എനിക്ക് ഇങ്ങനെ പറ്റിയല്ലോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന ആൾക്കാരായിരിക്കില്ല. പക്ഷേ അതെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്കുണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ ഒരു 7 ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾ നേരത്തെ ഹാർഡ് വർക്ക് ചെയ്ത ആ ഒരു കാര്യം നിങ്ങളത് റിസൾട്ടിന് വേണ്ടിയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ചെയ്തിരുന്ന കാര്യത്തിന് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ നേരത്തെ ഒരു എന്തെങ്കിലും നിങ്ങൾക്ക് കാശൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അത് ഈ മാസം കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ടെസ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അതൊക്കെ വളരെ പോസിറ്റീവ് ആണെന്നുള്ളതാണ്. ഈ കാത്തിരിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് പോസിറ്റീവാണ്. 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്.
വളരെ ഹാർമണി ഉണ്ടാക്കും, വളരെ ഹാപ്പി ആക്കും നിങ്ങളെ എന്ന് തന്നെ കാണുന്നുണ്ട്. ശരിക്കും ഇതിൽ 4 ഓഫ് വൺസും ഒരു 2 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. രണ്ടും ഒരു പ്രണയത്തിനെ കുറിച്ചാണെങ്കിൽ ശരിക്കും അത് ഒരു യൂണിയനാണ്. വളരെ സന്തോഷത്തിൽ നിങ്ങൾക്ക് ഒരു യൂണിയൻ ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. ഈ ആഗ്രഹിച്ചിരുന്ന കാര്യം നിങ്ങൾ വിട്ടുകളഞ്ഞതാണ് കേട്ടോ. നിങ്ങളിനി അത് വരുന്നെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ച് വിട്ടുകളഞ്ഞ കാര്യമാണ് നിങ്ങൾക്കത് നിങ്ങളിലേക്ക് തിരിച്ച് വന്നതെന്ന് കാണുന്നുണ്ട്. ചിലർക്ക് പുതിയൊരു വിവാഹം വന്നു, അതൊരു പ്രപ്പോസൽ ഒന്ന് വിവാഹത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ചിലർ ഇതിൽ ഒരു ബിസിനസ് പ്രപ്പോസൽ വന്നത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പാർട്ട്ണറെ കിട്ടി വളരെ സന്തോഷത്തിൽ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ 9 ഓഫ് കപ്സ് ആണ്. പൊതുവെ വളരെ സന്തോഷമാണ് ഈ ഒരു മാസം. അപ്പോൾ ശരിക്കും നിങ്ങളുടെ മനസ്സിൽ ഒരു മൈൻഡ്ഫുൾ ആയിട്ടുള്ളൊരു അവസ്ഥ വരും ഈ സമയം. അങ്ങനെ എന്നെ കാണുന്നുണ്ട് കേട്ടോ. വളരെ സന്തോഷത്തിലാണ് നിങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ 2 ഓഫ് സോർഡ്സിൻ്റെ എനർജി വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയുന്നുണ്ട്. യൂണിവേഴ്സ് തീരുമാനം എടുത്തോട്ടെ, എനിക്കത് പറ്റൂല എന്ന് വിചാരിച്ച് നിങ്ങൾ വിട്ട് കളയുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ 8 ഓഫ് വൺസിൻ്റെ എനർജിയാണ്. ഈ മാസം നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. കുറച്ചൊന്നുമല്ല, ഒരുപാട്. നിങ്ങൾ നേരത്തെ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ട്രൈ ചെയ്തിരുന്ന കുറേ കാര്യങ്ങൾക്ക് അത് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ മാസം വരും എന്ന് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ അപ്രതീക്ഷിതമായിരിക്കും കേട്ടോ. നിങ്ങളത് ചിന്തിക്കാതെ ഇരുന്നതാണെങ്കിൽ, അത് നേരത്തെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നിങ്ങൾ വിട്ട് കളഞ്ഞതാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അത് നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ 8 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ശരിക്കും നിങ്ങൾ റിലീസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ചില കാര്യങ്ങളിൽ നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്തിരുന്ന കാര്യം, 4 ഓഫ് പെന്റക്കിൾ വന്നിട്ടുള്ളത് ഹോൾഡ് ചെയ്തിരുന്ന കാര്യമാണ്. അത് നിങ്ങളങ്ങ് റിലീസ് ചെയ്യുന്നു. ഇത് എനിക്കിനി വേണ്ട എന്ന് വിചാരിച്ച് അത് റിലീസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിന്ന് ഫ്രീ ആകുന്നു എന്നുള്ളതാണ്. തൊട്ടടുത്തുന്നത് ടെമ്പറൻസ് ആണ്, ബാലൻസ്. അപ്പോൾ ഈ റിലീസ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് വരുള്ളൂ. ഇതൊരു ഹീലിങ്ങിൻ്റെയും കൂടെ കാർഡാണ്. അപ്പം നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾ ഹീൽ ചെയ്തു എന്നാണ് കാണുന്നത്. അപ്പോൾ വളരെ പെയിൻഫുൾ ആയിരുന്നു ഇട്ടുണ്ടായിരിക്കാം പാസ്റ്റ്. നിങ്ങൾക്ക് ഒരിക്കലും ഇത് ഇങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ പറ്റും, ഇത് ഈ പെയിനോടുകൂടി തന്നെ നിങ്ങൾ മരിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. ഒരിക്കലും ഈ ഒരു പെയിൻ നിങ്ങളുടെ ഒരു ഹൃദയത്തിൽ നിന്ന് പോകുമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ അത് സാധാരണ പോലെ അതങ്ങ് മാഞ്ഞു പോയി എന്നുള്ളതാണ്. പെയിൻ ഇല്ല, ഇപ്പം നിങ്ങൾക്കത് ഹീലായി എന്ന് കാണുന്നുണ്ട്. 9 ഓഫ് വാട്സിൻ്റെ എനർജിയാണ്. വളരെ വളരെ സന്തോഷമാണ്. അത് പുതിയ പ്രതീക്ഷകളാണ്. നിങ്ങൾക്ക് വളരെ ആക്റ്റീവായിരിക്കും എന്തായാലും ഈ മാസം. പേജ് സോഴ്സും വന്നിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്കുണ്ട്. പഠിക്കാൻ പോകുന്നതായിരിക്കാം, പുതിയ ബിസിനസ് തുടങ്ങുന്നതായിരിക്കാം, പുതിയ ജോലിക്ക് പോകുന്നതായിരിക്കാം. പുതിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ. ചിലർക്ക് ചിലൊരു പ്രണയം പുതിയതായിട്ട് വരുന്നതുമായിരിക്കും. അപ്പോൾ ആ ഒരു പുതിയ കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര കൂടുതലായിരിക്കും ഈ മാസം. പിന്നെ 6 ഓഫ് കപ്സ് ആണ്. അതും പാസ്റ്റിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന കാര്യം, അത് നിങ്ങളിലേക്ക് ഇപ്പോൾ അത് മാനിഫെസ്റ്റ് ആയി വന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വന്നു. 10 ഓഫ് സോർട്സ് ആണ്. കംപ്ലീഷൻ. 10 ഓഫ് വൺസും 10 ഓഫ് സോർട്സും വന്നിട്ടുണ്ട്. കംപ്ലീഷനാണ്. എന്തോ ഒരു കാര്യം പൂർണ്ണമായി കഴിഞ്ഞു. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന വളരെ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് തീർന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ചിലർക്ക് റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകിൽ അത് എൻഡായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് യൂണിയൻ ഉണ്ടായിരിക്കാം. ചിലർക്ക് ഇത് യൂണിയനാണ് കേട്ടോ. ചിലർക്കല്ല, പലർക്കും ഇത് യൂണിയനാണ്. കാരണം ഒരു 2 ഓഫ് കപ്സും 4 ഓഫ് വൺസും വന്നിട്ടുണ്ട്. ഈ സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ അത് തെറ്റിദ്ധാരണയെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിയിട്ട് അത് യൂണിയനായി എന്ന് കാണുന്നുണ്ട്. ചില ആൾക്കാർ എനിക്കിനി ഇത് വേണ്ട, മുന്നോട്ടേക്ക് എനിക്കിത് വേണ്ട, ഈ ഒരു കാര്യം എനിക്ക് പെയിൻ തരുന്ന ഈ ഒരു കാര്യം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് വിചാരിച്ച് കംപ്ലീറ്റ് അത് സ്റ്റോപ്പ് ചെയ്തു എന്ന് കാണുന്നുണ്ട് ചില ആൾക്കാർക്ക്. പിന്നെ അതിൽ 8 ഓഫ് സോർട്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്ന കാർഡാണ്. അപ്പം അത് ഫ്രീ ആകുന്നു എന്നുള്ളത് തന്നെ. നിങ്ങൾ ചില കാര്യത്തിൽ നിന്നും നിങ്ങൾ ഫ്രീ ആകുന്നു എന്ന് കാണുന്നുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് കാർഡ് വന്നത് ഇതാണ്, സ്റ്റാർ കാർഡാണ്. സ്റ്റാർ എന്ന് പറയുമ്പം ഹീലിംഗ് ആണ്. നിങ്ങൾ ആൾറെഡി ഹീലായി കഴിഞ്ഞു. ഞാനിത് റിപ്പീറ്റേഷൻ വരുന്നു എന്ന് പറയരുതേ. കാരണം
ഓരോ ഈ കാർഡിനൊക്കെ വീണ്ടും ആ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൊരു മീനിങ് വരുന്നത് കൊണ്ടാണ് ഞാൻ ആ റിപ്പീറ്റേഷൻ പറയുന്നത്. സ്റ്റാർ കാർഡ് എന്ന് പറയുമ്പം ഹീലിങ്ങിൻ്റെ കാർഡാണ്. നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പെയിൻ ഹീലായി. പിന്നെ വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡാണ് നിങ്ങളുടെ വളരെ കാലത്തെ ആഗ്രഹം. നിങ്ങൾ എന്താണോ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്നത് ആ കാര്യം സഫലീകരിക്കാൻ പോകുന്നു. കാരണം നിങ്ങൾക്ക് ആ ഒരു കാര്യം എൻഡ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾ എന്താണോ ഇത്രയും കാലം നിങ്ങൾ ഹോൾഡ് ചെയ്തിരുന്നത്, നിങ്ങളെ വിട്ടുകളയാതിരുന്നത്, നിങ്ങളെ വേദനിപ്പിച്ചത്, ആ ഒരു കാര്യത്തിന് എൻഡായി. നിങ്ങളുടെ ആഗ്രഹം സഫലീകരിച്ചു. ഇപ്പോൾ ഹീലിങ്ങിന് 2 കാർഡ് വന്നിട്ടുണ്ട്. ടെമ്പറൻസ് വന്നിട്ടുണ്ട്, ഹീലായി എന്ന് പറയുന്ന 2 കാർഡ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ശരിക്കും മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പറ്റുന്നുണ്ട്, ഉള്ളിൽ നിന്നും നിങ്ങൾക്ക് സന്തോഷം വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ജൂലൈ മന്ത് ഈ കാണുന്ന എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും നല്ലൊരു മാസമായിരിക്കും. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നമ്മളുടെ ആറ്റിറ്റ്യൂഡാണ് എല്ലാ കാര്യങ്ങൾക്കും കാരണം, എല്ലാത്തിനും അടിസ്ഥാനം. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുക. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഒരു റീഡിങ്, ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിങ്, നിങ്ങളെ ആ ഇമോഷൻസ് ഒക്കെ നിങ്ങൾ മാറ്റി വെച്ച് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തുടങ്ങിയ ആ ഒരു കാര്യം, അതിന് ദൈവം എല്ലാവരെയും കൂട്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യത്തിനും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. 2 ഓഫ് സോഴ്സിൻ്റെ എനർജി. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ എത്ര എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നതിൽ വരുന്നുണ്ട്, ഇതിൽ കാണുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുത്തു എന്ന് കാണുന്നുണ്ട്. സറണ്ടർ ചെയ്ത് കൊടുത്ത കാര്യവും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്നാണ് ഈ സ്റ്റാർ കാർഡ് പറയുന്നത്. അത് നിങ്ങളുടെ ആഗ്രഹം പോലെ ദൈവം നിങ്ങൾക്ക് കൊണ്ടുതരട്ടെ. ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ അവസ്ഥയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം.